അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിനയുടെ ഉമ്മാക്ക് സമാധാനമില്ല, തൻ്റെ മോൾ എവിടെയാണെന്ന് അറിയാഞ്ഞിട്ട്. അതെ, എന്തൊക്കെ തന്നെയാലും സിനാൻ്റെ വീട്ടിലേക്ക് പോയി എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്തായാലും വേണ്ടിയില്ല, ഓൾ അവിടെങ്കിലും നിന്നോട്ടെ. ഇവിടെ നിന്നാൽ സമാധാനക്കേട് കൂടെ ഉള്ളൂ. കാരണം അവർ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയില്ല, ആദ്യം ഓൾ ആങ്ങൾക്കും മരുവൾക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു, ഓളോട് നല്ല ഇഷ്ടമായിരുന്നു. പിന്നിപ്പോൾ അധികപ്പറ്റായി. അതുമല്ല, പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ എന്താ ചെയ്യുക, ഓരോ വിധി അങ്ങനെ ആയിപ്പോയി. പഠിച്ചോനെ, എന്തായാലും ഹയറായത് നീ തീരുമാനിക്ക്. എൻ്റെ മോളെ ഒന്ന് എനിക്ക് വിളിച്ച് നോക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഫോണ് പോലും ഓൾ എടുത്തിട്ടില്ല, കൊണ്ടുപോയിട്ടുമില്ല. അള്ളാഹുവേ, എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും നീ അവൾക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യ റഹ്മാനെ. ഉമ്മ അതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സമയം ഹസനത്തിനെ അവളുടെ ഹസ്ബൻഡ് വിളിക്കുകയാണ്. ഹലോ ഹസ്നു, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ, സുഖമാണ്. എവിടെ ഇത്താത്തയും ഉമ്മയൊക്കെ എവിടെ? മുസ്തിത്താത്ത അവർ വീട്ടിലില്ലേ? അതോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയോ? അവർ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി. ഒരിക്കൽ പോലും അറിയില്ല ഹസ്ബൻഡും അവരും പിണക്കത്തിലാണെന്ന്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരുമിച്ചല്ല ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും അവർക്കറിഞ്ഞില്ല. പക്ഷേ കള്ളികളെല്ലാം വെളിച്ചത്താകും എന്ന് കരുതിയത് കൊണ്ട് തന്നെ അതാ ഹസനത്ത് അങ്ങനെ ഒരു കളവ് പറയേണ്ടി വരികയാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി എന്ന്. എന്നാൽ ഈ സമയം അതുവരേക്കും നല്ല സ്വഭാവത്തിലായിരുന്ന നാത്തൂന് ആങ്ങളയോട് ഈ ഒരു കാര്യം പറയാണ്. അതേ, ഈ വീടിപ്പോൾ അറബിയമ്മ എടുത്തു തന്ന വീടൊക്കെ തന്നെയാണ് സംഭവം. നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വീടാണ്. പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇത് എങ്ങനെയെങ്കിലും നിങ്ങളെ പേരിലാക്കിയില്ലെങ്കിൽ നിങ്ങളെ പെങ്ങന്മാരും ഉമ്മയും എല്ലാവരും കൂടി ഇതിൻ്റെയൊക്കെ ഒരു ഓഹരി ചോദിക്കും ഒരു കാലത്ത്. അതിൻ്റെ മുമ്പായിട്ട് ഇത് നിങ്ങളെ പേരിലാക്കിക്കോളി, നിങ്ങൾക്കൊരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ടല്ലോ. കാരണം എന്തൊക്കെ തന്നെയാലും തറവാട് ആ മക്കൾക്കുള്ള തന്നെ ഇക്കാരം. പക്ഷേ ഇതിപ്പോൾ അത്രക്കും പുതിയ വീട് അറബിയമ്മ തന്നതും, പ്രത്യേകിച്ചും മുസ്ലിനിയുടെ വിവാഹത്തിന് യാതൊരു മോശവും വരരുതെന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതൊക്കെയാണല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അവരത് അവകാശം ചോദിച്ചു വരാനത് ഞങ്ങളെ വീടാണെന്ന് പറയാനോ ചാൻസ് ഉണ്ട്. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളെ പേരിലാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കുക. ആങ്ങളുടെ മറുപടി അതായിരുന്നു. അതെന്തേ? അല്ല, ഏത് സമയം എനിക്ക് പോകേണ്ടി വരും, ഇവിടെ ഞാൻ കൂടുതൽ നിൽക്കില്ല. എന്തേ? അതെ, അന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ആ സ്വർണം അതൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ വന്നത്, നിങ്ങൾ കൈവശം വെച്ചു അനധികൃതമായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലേ. കൊടുക്കാനുള്ളതൊക്കെ അപ്പം കൊടുക്കണേ, ആങ്ങളയോട് അതാ നാത്തൂൻ പറയുന്നു. എന്നാൽ ഈ സമയം അതാ അജ്മൽ സാറിൻ്റെ വീട്ടിൽ അജ്മൽ സാർ ഒരുപാട് സാധനങ്ങളുമായിട്ട് അതാ വരുന്നു. ഉമ്മ മോനെ, ഇതമ്മ. ഒരുപാട് കവറുകൾ അതാ ഉമ്മയുടെ മുന്നിൽ വെക്കുന്നു. ഉമ്മ, ഇത് മോനെ, ഇതൊക്കെ എന്താടാ? ഉമ്മ, ഇത് മുഹ്സിനാക്കുള്ളതും അതുപോലെ തന്നെ ബുഷ്റാക്കുള്ളതും ഉമ്മാക്കുള്ളതൊക്കെ ഡ്രസ്സുകളാണ് കുറച്ച്. മോനെ, ഈ സമയത്ത് ഇപ്പോൾ എന്തിനാടാ? ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. മുഹ്സിനാക്ക് 2 കൂട്ട്, ഓളിഞ്ഞിപ്പോൾ ഇട്ടത് തന്നെ ഇങ്ങനെ വാങ്ങി നമ്മൾ കൊടുത്തത്. ഉമ്മ, എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇത് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനുള്ളതും എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ ഇടാനുള്ളത്. മോനെ, ഉമ്മാൻ്റെ കുട്ടീനടുത്ത് പൈസ ഉണ്ടോ? ഉമ്മ ഒന്നും വിഷയമല്ല. എന്താപ്പോൾ ഇത്? മോളെ മുഹ്സിന, ഉമ്മ അതാ വിളിക്കുന്നു. മുഹ്സിയെ. ഉമ്മ എന്താ? എന്നാൽ മുഹ്സിന അവിടെ വീട്ടുജോലികളിലെല്ലാം ഉമ്മയെ നല്ല രീതിയിൽ സഹായിച്ചിരുന്നു. അവൾക്ക് വെറുതെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഉമ്മ ഒരു ജോലി ചെയ്യുമ്പോൾ അവളും കൂടെ ചെയ്യുമായിരുന്നു. മോളെ മുഹ്സിയെ, ഇത് കുട്ടിക്ക് പറ്റുമോ നോക്ക്. ഉമ്മ, എന്താ അത്? ഇത് നോക്ക്, പാകാ നോക്ക്. അത് എന്നാ മോളെ ഇട്ട് നോക്ക്. നല്ല 2 ചുരിദാറുകൾ അതാ അവൾക്ക് നേരെ നീട്ടുകയാണ് ഉമ്മ. അതൊന്നും എനിക്ക് വേണ്ട, ബുഷ്റക്ക് കൊടുത്തോളൂ, അവളല്ലേ പഠിക്കാനൊക്കെ പോകുന്നത്. ഞാൻ ഇവിടെ വീട്ടിൽ. മോളെ, അതൊന്നും സാരല്ല, നീ ഇത് ഇട്ടോക്ക്, നിനക്ക് പറ്റിയ കളർ തന്നെയാണ്, നിനക്ക് നല്ലോണം യോജിക്കും. പിന്നെ മുഹ്സിന, നിനക്ക് ഏത് കളർ യോജിക്കുമല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല ഉമ്മ, ബുഷിയെ പോലെ തന്നെ എനിക്ക് അല്ല മോളെ, ബുഷിനെ പോലല്ല ഈ ഓളൊന്നും കൂടി ഒന്ന് വളർച്ച വരാനുണ്ട്.
അപ്പം റെഡിയാവുമായിരിക്കും. ഇപ്പോൾ 10ാം ക്ലാസ്സിലല്ലേ എത്തിയത്. മോൾക്കായിരിക്കും ഒന്നും കൂടി ഇത് ചേർച്ച. മോൾ ഇട്ട് നോക്ക്, ബുഷി പിന്നെ പാൻറ്റും ഷർട്ട് ടീഷർട്ട് ഒരു ഷാളും അങ്ങോട്ട് കുത്തും. ഇപ്പം അങ്ങനെയാണല്ലോ ട്രെൻഡിങ് അല്ലേ, എല്ലാ പെൺകുട്ടികളും പാൻറ്റും കുപ്പായും ഒരു ഷാളും. അതന്നെ ഞാൻ പറയും ചുരിദാർ ഇട്ടാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഓല ഫ്രണ്ട്സ് ഓലെല്ലാവരും അങ്ങനെയാണ് ഇടല് പറഞ്ഞാണ്ടേ. എന്നാലും അജ്മൽ മോൻക്ക് അത്ര ഒന്നും വലിയ ഇഷ്ടമില്ല കേട്ടാ. മോന് പറയും പെൺകുട്ടികളാകുമ്പോൾ ചുരിദാർ ഇടുകയാണ് നല്ലത്, മറ്റേത് അതിങ്ങനെ ചെറിയ ഇറക്കമില്ലാത്ത കുപ്പായ അതിങ്ങനെ ഒരു ബോറാണെന്നൊക്കെ മോൻ പറയും. പിന്നെ ഓള് അങ്ങനെ ഓൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ ചുരിദാർ ഇടും. പിന്നെ പുറത്ത് ഓലിങ്ങനെ ഫ്രണ്ട്സുകളെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ അതന്നെ ഡ്രസ്സർ ഇടല്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനെ എത്ര പെൺകുട്ടികളെ പറഞ്ഞാലും ഓല് ഉമ്മ അപ്പോൾ അതാ പറഞ്ഞതേ, മോളെടുത്തോ, ഇത് 2 കൂട്ട് നല്ല ചുരിദാർ ഉണ്ട്, ഇതെടുത്തോ. പിന്നെ വീട്ടിൽ നിന്ന് ഇടാനും കൊടുന്നിക്കണം, 2-3-4 കൂട്ട് കൊടുന്നിക്കണം, എനിക്കും കൊടുന്നിക്കണം, ബുഷിക്കും കൊടുന്നിക്കണം, മോൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്തോ. ഉമ്മ എനിക്കാകെ ഒന്ന് മതി, അതന്നെ ഞാൻ എങ്ങോട്ട് പോകാൻ. മോളെ ഒന്നും സാരമില്ല, ഈ ഇട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിനോ മോളെ? അവൾ ഒന്നും മിണ്ടിയില്ല. വിഷമിക്കണ്ട, ഒന്നും കരുതണ്ട. തൽക്കാലം എൻ്റെ മോൾ ഇവിടെ ഉള്ളത് അറിയണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. തേടി തിരഞ്ഞ് എന്നെ വരാൻ 100 ആൾക്കാരുണ്ടാവും. എൻ്റെ ആങ്ങളെ തന്നെ വരും, ഉറപ്പാണ്. ആങ്ങളുടെ കൂട്ടുകാരും ഇങ്ങോട്ട് വന്ന് എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ ഇവിടെ നിൽക്കല്ലടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പൊന്നു മോളെ തൽക്കാലം മോള് ഫോണൊന്നും യൂസ് ചെയ്യണ്ട, അവിടെ നിന്നോട്ടെ, ഒന്നിനും നിൽക്കണ്ട. മോളുടെ ഭാവി ഓർത്തിട്ടെങ്കിലും. പിന്നെ എൻ്റെ അജ്മലിനെ ഞാൻ കുറേ തെറ്റിദ്ധരിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞ് അന്ന്. കാരണം ഓൻ അങ്ങനെ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടില്ല, ഒന്നും അങ്ങനൊന്നും ഇല്ലേ. ചെറുപ്പം മുതൽ തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നാണ്. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയും തെറ്റും കുറ്റവും ഒന്നും ഓൻ ചെയ്യലില്ല. എന്തൊക്കെ തന്നെയായാലും ഇത് കേട്ടപ്പോൾ മോളെ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഞാൻ ഓനെ കുറേ ചീത്ത പറഞ്ഞു. കാരണം നമ്മൾ വിചാരിക്കാത്ത ഓർക്കാത്തയും കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെ മക്കളെ പേരിലൊക്കെ വരികയെന്ന് പറയുമ്പോൾ ആർക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്തിനാടാ, എന്ത് കാര്യത്തിനാടാ ഈ ഓനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, നിങ്ങൾ കാര്യം എന്ന് പറഞ്ഞ് ഒന്ന് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴേ എനിക്കിങ്ങനെ തോന്നി, എൻ്റെ കുട്ടി അങ്ങനെ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യൂല. എനിക്ക് ഓനറിയാം, നമ്മളെ മക്കളെ ഇറച്ചിട്ട് എന്തെങ്കിലും കാട്ടി ഇറച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഓല് ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു, എന്നെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുട്ടി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. ഓൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിന്നെക്കുറിച്ചും പറഞ്ഞു. അപ്പോഴും മോളെ ഞാൻ പറഞ്ഞത്, മോനെ എൻ്റെ കുട്ടി ഏതായാലും ഇങ്ങനെ പേരൊക്കെ വന്നു, ഓളങ്ങോട്ട് കൈ പിടിച്ച് നമ്മളെ വീട്ടിലേക്ക് കയറ്റിക്കൂടെ എന്നാണ്. അപ്പോഴും എൻ്റെ കുട്ടി എന്താ പറഞ്ഞു, ഉമ്മ നിങ്ങളെന്തേ പറയണത്, നിങ്ങളെന്താ ഈ പറയണത്, എന്തറിഞ്ഞിട്ടാണ്? അല്ല മോനെ, ഒന്നിനും അല്ല, ഓളെ വീട്ടിലേക്ക് കയറ്റിക്കൂടെ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കല്യാണക്കാരൊന്നും അല്ല ഞാൻ. ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മ എന്തെങ്ങനെ പറയുന്നതെന്ന്. കാരണം അവളെന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. ഒരു ഭർത്താവിന് വേണ്ടി അവളുടെ ഭർത്താവിനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഉമ്മ അത് പറഞ്ഞപ്പോൾ, മോനെ ഞാൻ എങ്ങനെ അത് പറയുമോ, എനിക്കുണ്ടൊരു മോള് വളർന്നു വരുന്നേ, എൻ്റെ ബുഷ്റ. ഓൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതേ സ്ഥാനം തന്നെയല്ലേ അവളൊരു പെൺകുട്ടിയല്ലേ. നമ്മൾ കണ്ടറിയണം. പെൺമക്കളാണെങ്കിലും നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കണം അവരെക്കുറിച്ച്. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ട് അവരടിച്ച് പുറത്താക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തൊക്കെ തന്നെയാലും റബ്ബേ. അങ്ങനെ ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, പൊന്നു മോനെ ഈ കൊണ്ടുവന്നോ, 2 കൈയും നീട്ടി ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആയി. മോളെ ഞാൻ മോനോട് അപ്പളേ പറഞ്ഞു, പൊന്നു മോനെ ഇനി അങ്ങനെ ഇങ്ങനെ ഇല്ലാതെ ഓൾ അങ്ങോട്ടും ഇവിടെ വിടല്ലേ. ഓളെ കൃത്യമായും വ്യക്തമായുമുള്ള ഓൾക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നുന്ന സ്ഥലത്തേക്ക് മാത്രം നീ പറഞ്ഞയച്ചാൽ മതി. അല്ലാതെ ഒരിക്കലും അങ്ങനെ പറഞ്ഞേക്കല്ലേ പൊന്നു മോനെ. ഞാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിനാടി ഇങ്ങോട്ട് മോളെ കൂട്ടി കൊണ്ടുവന്നതൊക്കെ. മോൾക്ക് വിഷമം ഉണ്ടാവില്ലേ? സാരമില്ല, ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യും. മോൾക്ക് സത്യം പറ, നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോകാനാണോ ഉമ്മയുടെ അടുക്കലേക്ക് പോകാനാണോ ഇഷ്ടം? ആ ഉമ്മയുടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. മോളെ കരയണ്ട, കാര്യം പറ. നിനക്ക് ഉമ്മയുടെ അടുക്കൽ പോകണോ നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ പോകണോ? ഉമ്മ ഞാൻ എന്താ പറയാ, എനിക്ക്
ഉമ്മയുടെ അടുക്കലേക്ക് പോകണം, ഉമ്മയെ കാണണം, ഇഷ്ടമുണ്ട്. പക്ഷേ മതി, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മോൾക്ക് എന്താണ് വിഷമം അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഉമ്മയെ കാണണമെന്നുണ്ട്, പക്ഷേ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല, അങ്ങനെയല്ലേ? മോളെ, ഉമ്മയെ വിളിച്ച് ഒന്ന് കാര്യങ്ങൾ പറയണോ? വേണ്ടുമ്മ. അഥവാ അതെങ്ങാനും വീട്ടുകാർ കേട്ടാൽ, എൻ്റെ ആങ്ങളെയോ നാത്തൂനെ കേട്ടാൽ പിന്നെ എന്നെ വെച്ചേക്കില്ല, എന്നെ അവർ പിടിച്ച് വലിച്ച് കൊണ്ടുപോകും. മോളെ, ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അതിന് ഞാൻ നിൽക്കണില്ല. മോൾക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനായിരിക്കും അല്ലേ താല്പര്യം? അത് എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്ക് ശരിയാക്കാൻ നോക്കട്ടോ. ഉമ്മ, അല്ല, അജു വരുന്നുണ്ടല്ലോ. ഉമ്മ, മോനെ. ഉമ്മ, ഇതെന്താടാ? ഇത് കുറച്ച് ഫ്രൂട്ട്സാണ്, നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കും, നല്ല തണുപ്പ്, നല്ല ചൂടല്ലേ മോനെ? ആയിക്കോട്ടെ. ഉമ്മ, എന്താ ഡ്രസ്സൊക്കെ അവൾക്ക് പാകണ്ടോ? എന്താവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മോനെ. അവൾ ഒന്ന് ഇട്ട് നോക്കിയിട്ടില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തിരിക്കണം, പക്ഷെ അവൾക്കൊരു മടി എടുക്കാൻ. ഉമ്മ, എന്തായാലും ഒന്ന് ഇടിയിപ്പിച്ചിട്ടേ നിങ്ങൾ ചോദിച്ച് നോക്കി എങ്ങനെയുണ്ട് എന്ന് മാറ്റം വരുത്തണം എന്നൊക്കെ. മോനെ, ഞാൻ പറയാം. അല്ല മോനെ, എൻ്റെ കുട്ടീനെ ട്യൂഷൻ്റെ സെൻറ്റർ അത് അവിടെ ശരിയാവില്ല. ഇനി അവിടെ ശരിയാവില്ല എന്ന് വെച്ചാൽ മൊത്തത്തിൽ ആളുകൾ ഞാനവിടെ തുടങ്ങിയപ്പോഴേ എനിക്ക് ശത്രുക്കളാണ്. എൻ്റെ കൂടെ കൂട്ട് നിന്നവരെന്നെ അവരെന്നെ പാര വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, എന്തൊക്കെയോ ആരോടൊക്കെയോ നോ പ്രോബ്ലം. നമുക്ക് തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് പേടിയുള്ളൂ. എനിക്ക് പഠിച്ചവനെ മാത്രം പേടിച്ചാൽ മതി, പടപ്പുകൾ അത് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കണം. ഞാൻ ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് പടച്ച റബ്ബ് തരുന്ന ശിക്ഷ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. മറ്റത് ആളുകളെ പേടിച്ചിട്ടൊന്നും. മോനെ, എന്തൊക്കെ തന്നെയാണ്, നല്ല സുഖമായിരുന്നില്ലടാ അവിടെ സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അത് സാരല്ല, നമുക്ക് പടച്ച റബ്ബ് ചില സമയത്ത് നിയമത്തുകൾ നൽകും എന്ന് കരുതി ഒന്നും ഉണ്ടാകുന്നില്ല. എങ്കിലും നമ്മളൊരിക്കലും നിരാശപ്പെടാൻ പാടില്ല. എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. നമുക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും പടച്ച റബ്ബിനോട് അൽഹംദുലില്ലാ എന്ന് പറയണത്, നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ കൂടെ ചൊരിഞ്ഞു തരും. അതൊക്കെ അള്ളാഹു നമ്മൾ വിചാരിക്കും നമ്മളോട് ഇഷ്ടം ഉണ്ടായിട്ടാണല്ലേ, ദേഷ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം തരാത്തത്, നമ്മളിൽ നിന്ന് നന്മ നമ്മൾക്ക് നഷ്ടങ്ങൾ വരുത്തുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമില്ലായിട്ടെന്നൊക്കെ തോന്നും. അങ്ങനെ ഒരിക്കലും അല്ല, അതൊക്കെ വെറും പരീക്ഷണം മാത്രമാണ്. ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹുവേ, എൻ്റെ പരീക്ഷണങ്ങൾ, അള്ളാഹുവേ പരീക്ഷിക്കല്ല നാഥ, നിൻ്റെ പരീക്ഷണങ്ങൾ നേരിടാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല, അതിനുള്ള ശേഷിയില്ല. അങ്ങനെയാണല്ലോ. നിങ്ങൾക്കൊരു കഥ അറിയില്ലേ മോനെ? എന്ത് അല്ലേ? ഒരിക്കലൊരു മഹാനായ മൊയ്തീൻ ഷേഖ് എന്ന ഒരു ഔലിയ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസൻ എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് കറാമത്തുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അള്ളാഹുവിനോട് അടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ കൊടുക്കും. അതിൽ പെട്ടതാണല്ലോ മോനെ. വലിയൊരു ചരക്ക് കപ്പൽ കടലിലൂടെ വരികയാണ്. ഒരുപാട് ചരക്കുകളുണ്ട്, ഒരുപാട് സാധനങ്ങളാണ് നമ്മുടെ മൊയ്തീൻ ഷേഖിന് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ദൂരെ നിന്നും ഇങ്ങനെ കപ്പൽ വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കപ്പൽ കാണാനില്ലാതായി. അതിൽ അവരുടെ ഒരു ജോലിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഷേഖേ, നമ്മുടെ കപ്പൽ കാണുന്നില്ല, അത് മുങ്ങിയെന്ന് തോന്നുന്നു. എത്രയോ ബിസിനസ്സിനുള്ള കാര്യങ്ങളും സാധനങ്ങളും ഉള്ള സംഭവമാണ്, കപ്പലാണ്, വലിയ കപ്പൽ. എന്നാൽ അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാ എന്നാണ്. മോനെ, അൽഹംദുലില്ലാ. അപ്പം നിങ്ങളുടെ കപ്പൽ നഷ്ടപ്പെട്ടതല്ലേ? നിങ്ങൾ അൽഹംദുലില്ലാ എന്നാണോ പറയേണ്ടത്? നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കരയൂലേ, നമ്മൾ വിഷമിക്കൂലേ? അപ്പോഴും അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം അള്ളാഹുവിൻ്റെ വിധി, പടച്ച റബ്ബിൻ്റെ വിധി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കുള്ളൂ. നമ്മൾ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിനും കാര്യമില്ല, പടച്ച റബ്ബിൻ്റെ വിധി ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അതുപോലെ തന്നെയാണ്. എന്നാൽ അല്പസമയത്തിന് ശേഷം വേറൊരുത്തൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ ഓടി വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഷേഖേ, എന്താ പറയൂ. അതെ, മുങ്ങിയത് നമ്മുടെ കപ്പലല്ല, അത് മറ്റാരുടെയോ കപ്പലാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു അൽഹംദുലില്ലാ. അപ്പോൾ എന്താ,
അള്ളാഹു സുബ്ഹാനഹു നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിപ്രകാരം മാത്രമാണ്. നമുക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിധിപ്രകാരം മാത്രമാണ്. എങ്കിലും ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. ഉമ്മ, എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ടൊന്നും എനിക്കൊരിക്കലും വിഷമല്ല, ദുഃഖമല്ല. ഇനിയും അതുപോലെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനുള്ള റബ്ബ്, പടച്ച റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല. ആ കുട്ടിയെ രക്ഷിക്കുക എന്ന് മാത്രമാണുമ്മ എനിക്ക് വിഷയം. എനിക്കിനിപ്പോൾ ട്യൂഷൻ സെൻറ്ററൊന്നും ഇപ്പോൾ തുടങ്ങിയില്ലെങ്കിലും നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കാര്യങ്ങളുണ്ട്. പക്ഷേ ഓരോന്നാരോപിച്ച് സ്കൂളിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. കാരണം ആ ട്യൂഷൻ സെൻറ്ററിലെ സാറ് അങ്ങനത്തെ സാറാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഞങ്ങളെ കുട്ടികളെ പഠിക്കാൻ വിടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ടുമാ ഒഴിവാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പക്ഷേ ഞാൻ ഇപ്പോഴും പടച്ച റബ്ബിനോട് പറയുന്നു അൽഹംദുലില്ലാ, അത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അള്ളാഹു നൽകാൻ വിചാരിച്ചാൽ എനിക്കുണ്ടാവും. എനിക്ക് ആ കാര്യത്തിലും ആ വിഷമല്ല. മോനെ, ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഉമ്മ, എൻ്റെ മുമ്പിലൊരു ലക്ഷ്യമുണ്ട്. ഇപ്പം അത് മാത്രമാണ് എനിക്ക് ലക്ഷ്യമുള്ളൂ. മോനെ, എന്താ? മുഹ്സിന എന്ന പെൺകുട്ടി, അവളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുക, അത് മാത്രമാണ് എനിക്കുള്ളത്. എന്നാൽ ഈ സമയം അതാ മുഹ്സിനയുടെ വീട്ടുകാർക്ക് ചെറിയ രീതിയിൽ ദുരൂഹത തോന്നുകയാണ്. അവൾ പോയത് സിനാൻ്റെ വീട്ടിലേക്കല്ലേ? തള്ളനെ പിന്നെയും പിടിച്ചു കൊണ്ടേക്കണോ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു കേട്ടത്. പിന്നെ ഇവളിത് എവിടെ പോയി? ആർക്കറിയാം. വിശ്വസിക്കാൻ പറ്റാത്ത കാലം. എവിടെങ്കിലും പോയിക്കോട്ടെ, എന്തായാലും ഇപ്പം എന്താ? നാത്തൂൻ പറയുകയാണ്, അതേ, എന്തൊക്കെ തന്നെയായാലും വീടും സ്ഥലമൊക്കെ പേരിലാക്കി കയ്യിൽ വെച്ചോളേ. നിങ്ങളെ പെങ്ങന്മാർ ഓരോന്ന് കാട്ടിക്കൂട്ടിക്കാണ്ട് പിന്നെ തിരിച്ചു വരുമ്പോഴേ ഓൾക്ക് നിങ്ങളെ വീട് ചോദിച്ചു വരുമ്പോൾ കൊടുക്കാനുള്ളതല്ല. ആർക്കെങ്കിലും വഴിയുടെ പോകുന്നവർക്കൊന്ന് കയറി ഇറങ്ങി നിരങ്ങാനുള്ളതല്ലാന്ന് ഈ ഒരു വീട്. ഇതേ നിങ്ങളെ പേരിൽ എഴുതി വെച്ചോളൂ. ഇത്രയും നല്ല വീട് എവിടെ നിന്ന് കിട്ടണേ? ഒരിക്കലും ഇല്ല. ഇനിയിപ്പോൾ തള്ളിയും പെങ്ങന്മാരും എല്ലാവരും കൂടി നിങ്ങട്ട് ഓഹരി ചെയ്തെടുക്കാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. അതിനു മുമ്പായിട്ട് നിങ്ങളൊരൊറ്റ മോനാണ്. ഇത് ഇവരെ നോക്കിയത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളത് പെട്ടെന്ന് തന്നെ അത് നിങ്ങളെ പേരിലാക്കണം. അല്ലെങ്കിൽ ഭയങ്കര വിഡ്ഢിത്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞില്ല എന്ന് വേണ്ട. ഡീ, ഒന്ന് മിണ്ടാതിരിക്കുമോ? ആങ്ങള ദേഷ്യപ്പെടുകയാണ്. എന്നാലിപ്പോൾ അവളിത് എവിടെ പോയി? അതാണിപ്പോൾ എനിക്ക് അറിയേണ്ടത്. അതെ, നിങ്ങളിനി ഓളെ കുറിച്ച് തല പുണ്ണാക്കണ്ട. ഓളൊക്കെ എത്തേണ്ടടുത്ത് എത്തിക്കണ്. എവിടെ? ഓള് സിനാൻ്റെ വീട്ടിലെത്തിക്കണ്. അങ്ങനെ എനിക്കറിയാം. നാത്തൂൻ ഓട്ടോ വിളിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. പക്ഷേ ഒരിക്കൽ പോലും അത് അവരാരും അറിയുന്നില്ല. അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് എന്നാണ് കരുതിയത്. ആങ്ങളെ പറയുന്നു, അഹങ്കാരി. അഹങ്കാരത്തിന് എന്തെങ്കിലും ശിക്ഷ കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓളോളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പിടിച്ചാൽ കിട്ടൂല. നമ്മൾ കുറേയൊക്കെ പിടിച്ചൊളിപ്പിച്ച് നോക്കി. അതൊക്കെ എത്തേണ്ടടുത്തെത്തും. അതൊക്കെ മൂത്ത കണ്ണിയായിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അങ്ങനെ ഈ വീട്ടിലേക്ക് കയറി വരും വേണ്ട. അങ്ങനെ പറയിക്ക, അങ്ങനെ വേണം. ഒരാൾ ഈ വീട്ടിലേക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഞങ്ങൾ കയറ്റാനേ പാടില്ല. ഒരിക്കലും നാത്തു നിർബന്ധിച്ചിട്ടാണ് പറഞ്ഞയച്ചത് എന്നുള്ള കാര്യം അവർ ആരും അറിയുന്നുമില്ല. എന്നാൽ അൽഹംദുലില്ലാ, മുഹ്സിനയ്ക്ക് ആ വീട്ടിൽ പരമസുഖമാണ്. ആ ഉമ്മയുടെ ലാളനയും ആ ഒരു സ്നേഹവും എല്ലാം കാണുമ്പോൾ മുഹ്സിനയ്ക്കും കണ്ണുകൾ നിറയാറുണ്ട്. പക്ഷേ അജ്മൽ സാറിൻ്റെ കാര്യത്തിൽ അത് അവൾക്കൊരു ടെൻഷനുണ്ട്. കാരണം അദ്ദേഹം എനിക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങളും എല്ലാം കൊണ്ടുവരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് ശരിക്കൊന്നും മിണ്ടുവാനും പറയുവാനും ഒന്നും പാടില്ലല്ലോ. സാരല്ല, പഠിച്ചോനല്ലേ വലുത്, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാക്കും. എന്നെ ഇവിടെ ഇങ്ങനെ വഴിയാധാരമാക്കി ഇടൂല എന്നൊരു കാര്യം ഉറപ്പാണ്. ഈ വീട്ടുകാരുടെയും ഈ വീട്ടുകാരൻ്റെയുമെല്ലാം സ്വഭാവം നോക്കുമ്പോൾ അൽഹംദുലില്ലാ, ഞാനിന്ന് സ്വർഗത്തിലാണ്. പക്ഷേ അജ്മൽ സാറിന് എന്തൊക്കെയോ പ്രതീക്ഷയുണ്ട്. എന്തൊക്കെയോ അദ്ദേഹം ശരിയാക്കുവാനും നോക്കുന്നുണ്ട്. മുഹ്സിനിയെ അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകുമോ? ആങ്ങള അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലയിലാണ് എന്നെല്ലാവർക്കും അറിയില്ലല്ലോ. നല്ല ചൂടൊക്കെ തന്നെയാണ്. പക്ഷേ AC ഓഫാക്കാനൊന്നും റൂമിൽ പറ്റൂല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് അല്ലേ, നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ പക്ഷേ അകത്തൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ ഒരു ചൂട്, ഒരു വേർക്കാത്തൊരു ടൈപ്സിലുള്ള ചൂട്. എന്നാൽ അൽഹംദുലില്ലാ, കുറേ പ്രവാസികളൊക്കെ ആളുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്.
ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ. പടച്ച റബ്ബ് എല്ലാവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വേഗം ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ സെറ്റിൽഡ് ആയുള്ള ക്യാഷൊക്കെ പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.